ഹായ് വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞാനും ഉണ്ടാക്കി നമ്മുടെ വൈറലായ മസ്ക ബണ്ണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിൻ്റെ കൂടെ നമുക്കൊരു മസാല ടീയും ഉണ്ട്. അപ്പോൾ ആ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ പട്ടയും 2 ഏലക്ക ചതച്ചതും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള തേയിലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പാലും തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് തിളച്ച് കിട്ടട്ടെ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചെടുക്കുക, സെൻറ്ററിലൊന്ന് മുറിച്ചെടുക്കുക. പിന്നെ ഇതിനാവശ്യമുള്ള നമുക്ക് ക്രീം ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലൊരു ക്രീമി പരുവത്തിലിട്ട്. ഈ ക്രീം നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബണ്ണിനകത്തോട്ട് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് ക്രീമെല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം. ചുറ്റും നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് വളരെ ടേസ്റ്റാണ്, ഒത്തിരി ടേസ്റ്റാണ്. ചുമ്മാ അല്ല ഇതിങ്ങനെ വൈറലായത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ബണ്ണിലും ഇതുപോലെ തേച്ച് കൊടുക്കാം. ഞാനൊരു 4 ബണ്ണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വൈറലായ മസ്ക ബണ്ണ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പവും നല്ല ടേസ്റ്റും, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ബണ്ണ് എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും, അതുപോലെ നല്ല ഒത്തിരി ടേസ്റ്റും ഉള്ളതാണ്. നമ്മുടെ ബൺ റെഡിയായി. ഇനി നമുക്ക് ടീ ഒന്ന് മിക്സാക്കി എടുക്കാം. അത് നമ്മുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടീ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ മസാല ടീയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ടീയും മസ്ക ബണ്ണും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പവും നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.